പറ്റുമെന്നല്ല, പക്ഷേ അഹങ്കാരം ഒരാളോടും പറ്റില്ല. പക്ഷേ വിനയം കാണിക്കണം, വാപ്പൻ്റെ ഉമ്മൻ്റെ മുമ്പിൽ ഒതുങ്ങണം. പലപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നൊരു സംഗതിയാണിത്. മക്കള് വാപ്പനെക്കാളും ഉമ്മനെക്കാളും ഒക്കെ ഉയർന്നു കഴിഞ്ഞാൽ, വാപ്പനെക്കാളും ഉമ്മനെക്കാളും വിദ്യാഭ്യാസമുള്ള മക്കളായാൽ, ശമ്പള സ്കെയിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ, അവിടെ പിന്നെ വാപ്പയും ഉമ്മയും അറിഞ്ഞോ അറിയാതെയോ നമ്മളെ വീട്ടിലെ വേലക്കാരായി മാറാറുണ്ട്. വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. ഉണ്ടാവാൻ പാടില്ല. മാതാപിതാക്കളോട് നമ്മൾ നല്ല നിലയിൽ പെരുമാറണം. അവരെ വേലക്കാരായി കാണുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, ഇത് നല്ലൊരു സന്ദേശമാണ്. വഖ്ഫിദ് ലഹുമാ ജനാഹത്തുല്ലി മിനർ റഹ്മ. ഒരാൾ വേദനയോടെ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഒരാൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം അയാളിങ്ങനെ നടന്നു പോകുമ്പോൾ അയാളുടെ വാപ്പ അയാളുടെ പിറകിൽ അയാളെ ബാഗും ഏറ്റിയിട്ട് നടക്കുക. ബസ് കയറാൻ വേണ്ടി പോവുകയാണ്. മകൻ്റെ ബാഗും എടുത്തിട്ട് പോവുക. വാപ്പ മോൻ്റെ ബാക്കിൽ, മോൻ അടിപൊളിയായിട്ട് മുന്നിൽ പോണ്, ബാപ്പ മകൻ്റെ ബാഗ് ലഗേജ് ഏറ്റിയിട്ട് പോവുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ എയർപോർട്ട് പരിസരത്തും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കാണും. ഞാൻ പറയുന്നു, നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം. ബാഗ് ഏറ്റാനും പിടിക്കാനും ഒക്കെ ചിലപ്പോൾ ജ്യേഷ്ഠ ഉണ്ടാവും, അനുജ ഉണ്ടാവും. വാപ്പനോടും ഉമ്മനോടും നമ്മളെ ലഗേജ് ഏറ്റിപ്പിക്കരുത്. ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. വാപ്പ സ്നേഹത്തോടെ അങ്ങോട്ട് എടുത്തു വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കുന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ ഒരു ചിത്രം വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ ആരോ ഇടപെട്ടിട്ട് ചോദിച്ചു, എന്താണ് ഉപ്പങ്ങളിങ്ങനെ, നിങ്ങൾ അവൻ്റെ ബാഗ് എടുക്കേണ്ട ആളാണോ എന്ന് ചോദിച്ചപ്പോൾ ബാപ്പ ഈ ചോദിച്ചയാളോട് മറുപടി പറഞ്ഞു. അയാൾ വേദനയോടെ പറഞ്ഞതാ, എന്ത് ചെയ്യാനാണ്, ഇൽമിൻ്റെ ബഹറല്ലേ ആ പോകുന്നത്, അപ്പം ഞാൻ ഏറ്റെന്നെ എന്ന് പറഞ്ഞത്രേ. ഞാനിത് പറയുന്നത് ഒരു മുസ്ലിയാരുടെ കഥയായത്. എവിടെ നിന്നാണ് ഇയാൾ ദീൻ പഠിച്ചത്? ഇയാൾ പഠിച്ച ഖുർആനിൽ എന്താണുള്ളത്? വഖ്ഫിദ് ലഹുമാ ജനാഹത്തുല്ലി മിനർ റഹ്മ. എത്ര വലിയവനാണെങ്കിലും ശരി, ബാപ്പാൻ്റെ ഉമ്മാൻ്റെ മുമ്പിലാണ്ടെത്തിയാൽ എലിയാവണം. അതിന് പഠിക്കണം. അതാ വേണ്ടത്. വാപ്പയും ഉമ്മയും വരുമ്പം, ഇപ്പം വാപ്പ അങ്ങാടിയിൽ പോയി വരികയാണ്. വാപ്പ അങ്ങാടിയിൽ പോയി തിരിച്ചു വരുമ്പോൾ പൂമുഖത്തുള്ള മക്കൾ എഴുന്നേറ്റ് നിൽക്കണം. മക്കൾ എഴുന്നേറ്റ് നിൽക്കണം. വാപ്പ അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ ഉമ്മ എഴുന്നേറ്റ് നിന്നിട്ട് മക്കളെ പഠിപ്പിക്കണം. അതാ വേണ്ടത്. ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടു അല്ലേ? ഉമ്മ എഴുന്നേറ്റ് നിന്നിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം മക്കളും എഴുന്നേറ്റ് വെക്കും. ഇന്ന് അതല്ല ചിത്രം. ഇന്ന് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാപ്പ ആ വീട്ടിൽ ഒരു നിലയും വിലയില്ലാത്ത സാധന. പിന്നെ മക്കളും ഉമ്മയും ഒന്നായി, എന്നിട്ട് വാപ്പ പുറത്ത്. അങ്ങനെയാണ് പലയിടത്തെയും സ്ഥിതി. ആൺമക്കളും ഉമ്മയും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് ഇവർക്ക് വേണ്ടി നല്ല ഒരു കാലം എല്ല് മുറിയെ പണിയെടുത്ത് ഇവരെ തീറ്റി പോറ്റി ഒരു സെറ്റപ്പിൽ എത്തിച്ച വാപ്പക്ക് വീട്ടിലൊരു നിലയില്ല, വിലയില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതിലേറ്റവും വലിയ പ്രതി വീട്ടിലെ ഉമ്മയാണ്. വാപ്പനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കാത്തതിൽ ഏറ്റവും വലിയ പ്രതി വീട്ടിലെ ഉമ്മയാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അതിൽ വീട്ടിലെ ഉമ്മമാർ ശ്രദ്ധിക്കണം. ഏതായാലും ഓൺലൈനിൽ ഇത് പോകുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് പറയാം. പല വീടുകളിലും ബാപ്പമാർ പലർക്കും ഒരു അധികപ്പറ്റാണ്. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഒരു ഉപ്പ പറഞ്ഞു, ഉസ്താദെ, നേരം വെളുക്കോളൂ എൻ്റെ പട്ടിക്ക് മുറ്റത്തുനിന്ന് കുരക്കാം, എൻ്റെ വീട്ടിലെ പട്ടിക്ക്. പക്ഷേ ഞാൻ വാർദ്ധക്യ സഹജമായ വിഷമങ്ങളിൽ രാത്രി ഒന്ന് ചുമച്ചാൽ എൻ്റെ മകൻ ചീത്ത പറയും. എന്താത്, വേറുള്ളവർക്ക് കിടന്നുറങ്ങണ്ടേ എന്ന് ചോദിച്ചിട്ട് ചീത്ത പറയും. ഇങ്ങനത്തെ ഒരവസ്ഥ, ഈ ഒരവസ്ഥ വരാൻ പാടില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ വാപ്പനോട് അന്വേഷിക്കാതെ
ഉമ്മയും മക്കളും അങ്ങ് തീരുമാനിക്കുക. വാപ്പ ഒന്നും അറിയുന്നേല്ല. വാപ്പ പാർട്ടി ഉണ്ടാകുമ്പോൾ സാധനമൊക്കെ കൊണ്ടുവരുമ്പോഴാണ് വാപ്പ അറിയണത്. വാപ്പ അറിയുന്നത് അപ്പോഴാണ്. എന്തപ്പോൾ ഈ വാപ്പാനോടും കൂടി അതൊന്ന് പറഞ്ഞാലുള്ള കുഴപ്പം? എന്നിട്ട് വാപ്പ ഒരു പുറമക്കാരനെ പോലെ നിൽക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ അത്ര തന്നെ യുക്തി വാപ്പക്കില്ലായിരിക്കാം, നിങ്ങൾ അത്ര വിദ്യാഭ്യാസമില്ലായിരിക്കാം, ദീർഘദൃഷ്ടി കുറവായിരിക്കാം ഉമ്മൻ്റെയും മക്കളുടെയും ഭാഷയിൽ. എന്നാലും വാപ്പനെ മുന്നിൽ നിർത്തിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. കാര്യങ്ങൾ നിങ്ങൾ കണ്ടതുപോലെ കൊണ്ടുപോയിക്കോളൂ. വാപ്പ ചിലപ്പോൾ ഏതായിരിക്കും, ദീർഘദൃഷ്ടി കുറഞ്ഞയാളും വിദ്യാഭ്യാസം കുറഞ്ഞയാളും. അതുപോലെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും അത് കൃത്യമായി പ്ലാൻ ചെയ്യുന്നിടത്ത് കുറവുകളുള്ള ആളായിരിക്കാം. എന്നാലും ആ വാപ്പയ്ക്ക് ഇവിടെ ഒരു പങ്കാളിത്തം ഉണ്ട് എന്ന് തെളിയിക്കണം. വാപ്പനെ മുൻനിർത്തിയിട്ട് ഇങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ. വാപ്പനെ എതിരൊന്നും പറയാൻ പോകുന്നില്ല. വാപ്പനെ ഒന്ന് കൂട്ടുപിടിക്കാൻ ശ്രമിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഇതെല്ലാം ചെയ്താൽ ഇപ്പൊ വാപ്പ ഉമ്മയോടുള്ള എല്ലാ പെരുമാറ്റവും ഭംഗിയാക്കിട്ടോ, അവരോടുള്ള ഇടപെടലുകളൊക്കെ ഭംഗിയാക്കി. ഇതുകൊണ്ടൊരാളുടെ ബാധ്യത തീരുമോ? ഇല്ല. പിന്നീട് അവൻ നിരന്തരം പ്രാർത്ഥിക്കണം. വഖുൽ, നീ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തുമ്പോൾ എൻ്റെ വാപ്പയും ഉമ്മയും എനിക്ക് തന്ന സ്നേഹം പോലെയുള്ള സ്നേഹം റബ്ബേ നീ എൻ്റെ വാപ്പക്കും ഉമ്മക്കും പകരം കൊടുക്കണേ. അതാ അതിൻ്റെ അർത്ഥം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തുമ്പോഴുള്ള സ്നേഹം പോലെയുള്ള സ്നേഹം. അതാണ് അതിൻ്റെ കമാ റബ്ബയാനി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ബഹുമാനപ്പെട്ട അബൂ സഈദ് തങ്ങളൊക്കെ അങ്ങനെയാണ് വിശദീകരിച്ചത്. മിസ്ല റഹ്മത്തിഹിമാ ബി കമാ റബ്ബയാനി സഗീറ ഇൻദ തർബിയത്തി. എന്നെ തെർബിയത്ത് ചെയ്യുമ്പോൾ അവരെനിക്ക് അന്ന് തന്നൊരു സ്നേഹമുണ്ട്, അതുപോലുള്ള സ്നേഹം അല്ലാഹുമ്മ റഹംഹുമാ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നമ്മളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തുമ്പോൾ നമ്മളെ ഉമ്മയും ബാപ്പയും തന്ന സ്നേഹമുണ്ടല്ലോ, അത് നമുക്ക് ഉമ്മാക്കും ബാപ്പാക്കും കൊടുക്കാൻ പറ്റൂല. അത് അള്ളാഹ് പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹു അവരോട് പെരുമാറേണ്ട ശൈലിയാ പഠിപ്പിച്ചത്. നിങ്ങൾ നിങ്ങളെ വാപ്പനെയും ഉമ്മനെയും സ്നേഹിക്കണം. അങ്ങനെ പറഞ്ഞോ? വർഹംഹുമാ, നിങ്ങൾ നിങ്ങളുടെ വാപ്പനെയും ഉമ്മനെയും സ്നേഹിക്കണം. കമാ റബ്ബയാക സഗീറ, നിന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തുമ്പോൾ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അവരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. എന്തേ? അത് കഴിയൂല. ലോകത്തൊരു കുട്ടിക്കും നടക്കാത്ത സംഗതിയാണത്. പിന്നെന്ത് ചെയ്യാം? പടച്ചോനെ, എന്നെ അവർ ചെറുപ്പത്ത് നോക്കിയപ്പം അവരെനിക്ക് തന്നൊരു സ്നേഹമുണ്ട്, അതുപോലെ സ്നേഹിക്കാൻ എനിക്ക് കഴിയൂല. അത് തിരിച്ചു കൊടുക്കാൻ, ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷേ അതുപോലുള്ള സ്നേഹം നീ അവർക്ക് തിരിച്ചു കൊടുക്കണം. അള്ളാഹിനോട് ദുആരക്കുക. അതിനേ കഴിയൂ. ഏത് കുട്ടിയേക്കാ കഴിയുക? ബാപ്പിയമ്മയും ചെറുപ്പത്ത് പോറ്റിയതുപോലെ, പോറ്റിയപ്പോൾ ചെറുപ്പത്തിൽ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഉമ്മാക്കും ബാപ്പാക്കും വയസ്സാവുമ്പോൾ കഴിയൂല. അതിന് കാരണം പറഞ്ഞത് അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഇവിടെ അത്ഭുതകരമായ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. റസൂലുള്ളാഹിനോട് ചോദിച്ചു, എന്താ നബിയെ ഈ പ്രാർത്ഥനയുടെ ഉള്ളറ? കേട്ടോളൂ. അപ്പൊ മുത്തുനബി പറയാണ്, അത് ലോകത്തൊരാൾക്കും നടക്കാത്ത കാര്യമാണ്. ഏത്? ബാപ്പയും ഉമ്മയും മാതാപിതാക്കള് ചെറുപ്പത്തിൽ തന്ന സ്നേഹം വലുപ്പത്തിൽ അവർക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് പടച്ചോനെ ഏൽപ്പിക്കുകയാണത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ.